ഒന്നാമത്തെ ഫസില് ഗസല് ശക്വൽ ഖറാമിലാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് ആരംഭിക്കുന്നത് അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി എന്ന ബൈത്ത് കൊണ്ടാണെന്നും പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങള് തന്റെ ഈ ഖസീദയെ ഈ ബൈത്ത് കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ ഹംദ്, സ്വലാത്ത്, ബിസ്മി ഇവയൊന്നും ഈ ഖസീദയുടെ ആരംഭത്തിലില്ല എന്നാണ് പറയേണ്ടി വരിക. ഇവിടെ ഇമാം ബാജൂരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസീദത്തു ശുഹദ എന്ന ശറഹിലും ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടുള്ള ബൈത്ത് ഖദ് ഇസ്തഹറ ഇബ്തിദാഉ ഹാദിഹിൽ ഖസീദത്തി ബിബൈത്തിൻ മുസ്തമിരിൻ അലൽ ഹംദി വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖസീദയെ ആരംഭിക്കൽ അറിയപ്പെട്ടിട്ടുണ്ട് ബിബൈത്തിൻ മുസ്തമിരിൻ അലൽ ഹംദി വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംദിന്റെ മേലും റസൂലുള്ളാഹിന്റെ മേലുള്ള സലാത്തിന്റെ മേലും ചുറ്റിയതായ ഒരു ബൈത്ത് കൊണ്ട് ആരംഭിക്കൽ അറിയപ്പെട്ടിട്ടുണ്ട്. വഖദ് സുമിഅ മിൻ ബഅദിൽ അറബി അന്ന നാദിമൽ ഫാഹിമ ദക്കറഹുമാ ഫി ബൈത്തിൻ മുസ്തഖില്ലിൻ. ഹംദും സലാത്തൊക്കെ ഒരു മുസ്തഖില്ലായ ബൈത്തിൽ പറഞ്ഞതായി അങ്ങനെ ചില അറബികളിൽ നിന്ന് കേൾക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അഖീദത്തു ശുഹദയിലും കാണാം. അൽഹംദുലില്ലാഹി മുൻശിഇൽ ഖൽഖി മിൻ അദമി സുമ്മസ്സലാത്തു അലൽ മുഖ്താരി ഫിൽ ഖിദമി എന്നതാണ് ആ ബൈത്ത്. ഇല്ലായ്മയിൽ നിന്ന് പടപ്പുകളെ ഉണ്ടാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. സ്വലാത്ത് പണ്ടു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകരുടെ മേലുണ്ടാവട്ടെ എന്നർത്ഥം വരുന്ന ഈ ഒരു പദ്യശകലമാണ് ഇതിന്റെ ആരംഭ ബൈത്ത് എന്നാണ് ഈ അറിയപ്പെട്ടതായി പറയുന്നത്. ഇവിടെ ബാജൂരി പ്രത്യേകം ഉദ്ധരിച്ചിട്ടുണ്ട് വഹിയ ലൈസ മിൻഹ, എന്നാൽ ഇത് ഈ ഖസീദയിൽ പെട്ടതല്ല. കാരണം ഈ ഖസീദ ലി അന്നഹു വൈങ്കാന സനാഅൻ ഹസനൻ, ആമുഖമായ ഈ ഒരു ബൈത്ത് കാന സനാഅൻ ഹസനൻ ഫീ ദാത്തിഹി, ഫീ ദാത്തിൽ അത് നല്ല ഒരു പുകഴ്ത്തി പറയലാണ് എങ്കിൽ പോലും ഇല്ലാ അനുബ്തിദി അൽ ഖസായിദു അനിബ്തദ അൽ ഖസായിദ ബിഹി ഗൈറു മുസ്തഹസിനിൻ ഇൻദൽ ഉദബായി. ഉദബായിന്റെ അടുക്കൽ, അദീബിന്റെ ജമാണ് ഉദബാ, ഇങ്ങനെ കവിത രചിക്കുന്ന ആളുകൾ എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അവരുടെ അടുക്കല് ആ ഖസീദകളെ ഇങ്ങനെയുള്ള ഹംദ്, സ്വലാത്ത്, ബിസ്മി കൊണ്ടൊക്കെ ആരംഭിക്കുക എന്നുള്ളത് അത്ര നല്ലതല്ല. കാരണം ലിമാ ജറത്ത് ബിഹി ആദത്തുഹും, ഈ ഉദബാഇന്റെ പതിവ് നടന്നിട്ടുള്ളത് മിൻ ഇഫ്തിതായി ഖസായിദിഹിം, അവരുടെ ഖസീദകളെ ആരംഭിക്കലാണ് ബിദിക്രി ലവാസിമിൽ ഇഷ്ഖി, ഇഷ്കിന്റെ, പ്രേമത്തിന്റെ, ഇഷ്ടത്തിന്റെ ലാസിമായി വരുന്ന, അതിനോട് തുടർന്നു വരുന്ന ചില കാര്യങ്ങളെ പറയൽ കൊണ്ടാണ് ആരംഭിക്കല്. അതെന്താ? മിൻ ദിക്രിൽ അഹിബത്തി, ഇഷ്കിനെ പറയുമ്പോ ആ അഹിബത്തിനെ പറയണം, പ്രേമഭാജനങ്ങളെ പറയണം, ഇഷ്ടഭാജനങ്ങളെ പറയണം. വദിയാരിഹിം, അവരുടെ വീടുകൾ പറയണം. മുഖാസാത്തിൽ അഹസാനി വൽ അഷ്വാഖി, ഇഷ്കുകൾ മുഖേന അതല്ലെങ്കിൽ ഹുസിനുകൾ മുഖേന, വിഷമങ്ങൾ മുഖേന അവൻ നേരിടുന്ന ആ പ്രയാസങ്ങൾ, അനുഭവിക്കുന്ന വിഷമങ്ങൾ പറയണം. വതഹമ്മുലി മക്കാരിഹിൽ ഫിറാഖി, തന്റെ ഇഷ്ടഭാജനവുമായി വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രയാസങ്ങൾ അവൻ സഹിക്കും, അത് പറയണം. ഇങ്ങനെയൊക്കെ പറയുക, ഇതാണ്
ഇത്തരത്തിലുള്ള ഖസീദകളുടെ ആരംഭം അവിടെ ബിസ്മി കൊണ്ടോ ഹംദ് കൊണ്ടോ സലാത്ത് കൊണ്ടോ ആരംഭിക്കൽ അത്ര നല്ലതല്ല എന്നുള്ള നിലക്ക് ചിന്തിക്കുമ്പോൾ ഈ അൽഹംദുലില്ലാഹി മുൻഷിൽ ഖൽഖി എന്ന് തുടങ്ങുന്ന ഈ ബൈത്ത് ഈ ഖസീദയിൽ പെട്ടതായി പറയാൻ പറ്റൂല, അതിൽ പെട്ടതല്ല എന്നാണ് ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി തന്റെ ഹാഷിയയിൽ അതിന്റെ 2-3 പേജുകളിൽ പറയുന്നത്. ഇവിടെ ഇമാം ഖർബൂത്തി തന്റെ അസീദത്തു ശുഹദയിൽ പറഞ്ഞിട്ടുണ്ട്, വലൗ സുല്ലിമ അദമു വുറൂദി ഹാദൽ ബൈത്തി മിൻഹു അൽഹംദുലില്ലാഹി മുൻഷിൽ ഖൽഖി മിൻ അദമി എന്ന് തുടങ്ങുന്ന ഈ ഒരു ബൈത്ത് മുസന്നിഫിൽ നിന്ന് വന്നിട്ടില്ല എന്ന് സമ്മതിക്കപ്പെട്ടാൽ തന്നെ ഫലിമ ലാ യജൂസു അൻ തക്കൂനൽ ഹംസത്തു ഫി അമിൻ തദക്കുരി എന്ന് തുടങ്ങുന്ന ബൈത്തിന്റെ തലക്കയുള്ള ഹംസ, ആ ഹംസയാക ഇഷാറത്തൻ ഇലാ ലഫ്ദിൽ ജലാലത്ത്, അത് ജലാലത്തിന്റെ ആ ലഫ്ദിലേക്ക് ഒരു ഇഷാറത്താകുക. വയുഷ്ഇറു ബിൽ ഹംദലത്തി, അത് ഹംദ് കൊണ്ട് അറിയിക്കുന്നതാകുക. കമാഹുവൽ മഷ്ഹൂറു ബൈന അർബാബി തസവുഫ്, തസവുഫിന്റെ പണ്ഡിതന്മാരുടെ ഇടയിൽ അങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ട് ഈ ഹംസ. അപ്പോ ഈ നിലക്കാണെന്ന് വെച്ചാലും പ്രശ്നമില്ലല്ലോ. ഈ ബൈത്ത് ഇങ്ങനെ ഒരു ബൈത്ത് വന്നിട്ടില്ല എന്ന് വന്നാലും ഈ ഹംസ ഇതിനൊക്കെ പകരമാണ് എന്ന് വെച്ചാൽ മതി. ഇനി അത് വലൗ സുല്ലിമ അദമു ജവാസിഹി, അതും ജായിസ് അല്ല എന്ന് സമ്മതിച്ചാൽ തന്നെ ഫലാനുസല്ലിമു അന്നഹു വറദ ഫി ഹഖ്ഹിമ ഐനി ഫി കിതാബത്തിഹിമ ഹദീസുൻ ബലിൽ ഹദീസുൽ വാരിദു ഫി ഹഖ്ഹിമ യദുല്ലു അല ദിക്രി ലിസാനിഹി വന്നാദിമുൽ ഫാഹിമു വഇല്ലം യക്തുബുഹുമ ലാകിൻ തലഫള ബിഹിമ. ഇനി ഇവിടെ നാദിമ് വാക്കാൽ ഇവിടെ എഴുത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും അത് രണ്ടുകൊണ്ടും മൊഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതിനെന്താ പ്രശ്നമുള്ളത്? ഇതുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസ് അത് ലിസാനിയായ ദിക്റിന്റെ മേൽ അറിയിക്കുന്നതാണ്. അപ്പോ ബിസ്മിയും ഹംദും സലാത്തും വാക്കാൽ പറയുകയും എഴുത്തിൽ ഒഴിവാക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ പോരെ എന്നാണ് ബഹുമാനപ്പെട്ടവർ ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യായങ്ങളുമൊക്കെ ഇമാമുമാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും തുടക്ക ബൈത്ത് അൽഹംദുലില്ലാഹി മുൻഷിൽ ഖൽഖി എന്ന് തുടങ്ങുന്ന ബൈത്താണെന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ല എന്ന് വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇമാമുകൾ ഉദ്ധരിക്കുന്നത്. അസീദത്തു ശുഹദന്റെ 40-ാമത്തെ പേജിൽ ഇക്കാര്യവും വിശദീകരിച്ചിട്ടുണ്ട്. അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖിലത്തിൻ ബിദമി. ഇതിന്റെ അർത്ഥം, ദീസലമിലുള്ള നിന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തിട്ടാണോ, ഓർത്തതിന് വേണ്ടിയാണോ? മസജ്ത ദംഅൻ ജറാ, മസജ്ത നീ കലർത്തിയത് ദമ്മൻ കണ്ണുനീരിനെ. എങ്ങനെയുള്ള കണ്ണുനീരാണ്? ജറാമിൻ മുഖിലത്തിൻ കൺതടത്തിൽ നിന്ന് ഒലിച്ച ആ കണ്ണുനീരിനെ നീ കലർത്തിയത് ബിദമിൻ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തവുമായിട്ട്. അപ്പോ താൻ ഇഷ്ടപ്പെടുന്ന മഹബൂബിനെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിനോടൊപ്പം രക്തവും കൂടി ഒലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഈ ചോദ്യം. ദീസലമിലുള്ള തന്റെ മഹബൂബിനെ ആലോചിച്ചതിനു വേണ്ടിയാണോ കന്തടത്തിൽ നിന്ന് ഒലിക്കുന്ന കണ്ണുനീരിനെ നീ രക്തവുമായി കലർത്തിയത്? രക്തം കലർന്ന കണ്ണുനീര് ഒലിക്കുന്ന അവസ്ഥയിലേക്ക് നീ എത്തിയത്?
أم هبت الريح من تلقاء قاضمة وأومض البرق في الظلماء من إظم അം ഹബ്ബത്തിദ്ദീഹു അതോ കാളിമ ഭാഗത്തു നിന്നും കാറ്റ് അടിച്ചു വീശിയതിനാലാണോ നീ ഈ കണ്ണുനീരിനെ രക്തവുമായിട്ട് കലർത്തിയത്? വ ഔമദൽ ബർഖു ഫിൽ ളൽമാഇ മിൻ ഇളമി അതോ ഇരുട്ടുമുറ്റിയ രാത്രിയിൽ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ഇളമ് എന്ന വെള്ളമൊലിപ്പ് ചാലിന്റെ ദിക്കിൽ നിന്ന് വന്നെത്തിയ മിന്നൽ പിണറാണോ അത് കാരണമായിട്ടാണോ നീ കണ്ണുനീരിനെ രക്തവുമായി കലർത്തിയത്, രക്തം കലർന്ന കണ്ണുനീര് കണ്ണിൽ നിന്ന് നീ ഒലിപ്പിച്ചത്? ഒറ്റവാക്കിലുള്ള ഇതിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. ദീസലമിലുള്ള തന്റെ മഹബൂബിനെ ആലോചിച്ചതിന് വേണ്ടിയാണോ അതല്ല കാളിമത്ത് എന്ന പ്രദേശത്തു നിന്ന് ആ ഭാഗത്തു നിന്ന് കാറ്റ് അടിച്ചു വീശിയതിന്റെ കാരണത്തിന് വേണ്ടിയാണോ അതല്ല ഇളമ് താഴ്വരയിൽ നിന്ന് നല്ല ഇരുട്ടുള്ള രാത്രിയിൽ ഇടിമിന്ന് അത് തെളിഞ്ഞു വന്നതിന് വേണ്ടിയാണോ? ഏതു കാരണത്തിന് വേണ്ടിയാണ്? ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നീ കണ്ണിൽ നിന്ന് രക്തം കലർന്ന കണ്ണുനീര് ഒലിപ്പിക്കുന്നത്? ഇതാണ് മൊത്തത്തിൽ ഇതിന്റെ അർത്ഥം. മസ്ജുക്കദ്ദംഅ ബിദ്ദമി കണ്ണുനീരിനെ രക്തവുമായിട്ട് നീ കലർത്തുക, നിന്റെ കണ്ണിൽ നിന്ന് രക്തം കലർന്ന കണ്ണുനീര് ഒഴുകുക, അത് മിൻ ആസാരിൽ മഹബത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ലി അന്ന മസ്ജക്കദ്ദംഅ ബിദ്ദമി കാരണം കണ്ണുനീരിനെ രക്തവുമായിട്ട് നീ കലർത്തിയത്, രക്തം കലർന്ന കണ്ണുനീര് ഒലിച്ചത് ഇമ്മാമിൻ തദക്കുരിൽ ജീറാനി ഒന്നുകിൽ ദീസലമിലെ ജീറാനിനെ ഓർത്തതിന് വേണ്ടിയാണ്, വൈമാമിൻ ഹുബൂബി ദീഹി മിൻ തിൽഖായി കാളിമത്തി ഒന്നുകിൽ കാളിമത്ത് ഭാഗത്തിൽ നിന്ന് കാറ്റടിച്ചു വീശിയതിനാലാണ്, വൈമാമിൻ ഈമാദിൽ ബർഖി ഫിൽ ലൈലത്തിൽ ളൽമായി മിൻ ഇളമി ഒന്നുകിൽ ഇളമിന്റെ ഭാഗത്തിൽ നിന്ന് ഇരുട്ടുമുറ്റിയ രാത്രിയിൽ മിന്നൊളിയാൻ അത് പ്രകാശിച്ചതിനാലാണ്, ഇടിമിന്ന് വന്നതിനാലാണ്. ഇങ്ങനെ ആണ് ഇതിന്റെ ഉദ്ദേശം എന്ന് അഖീദത്തു ശുഹദന്റെ 44-ാമത്തെ പേജിൽ കാണാം. അമിൻ തദക്കുരി എന്ന് പറയുന്നിടത്തുള്ള ഹംസ ഇസ്തിഫാമിന്റെ ഹംസയാണ്. മിന്ന് ലാമിന്റെ മഅനാക്കാണ്. അത് മസജ്ത എന്നുള്ളതിനോടാണ് മുത്തഅല്ലഖ്. തദക്കുർ എന്ന് പറയുന്നത് തദക്കറന്റെ മസ്തറാണ്. ഫഹുവ ഇമ്മാമിന ദിക്രി ബി കസ്രി ദാലി ദിക്റിൽ നിന്ന് പോന്നതാണ് ഈ തദക്കറ. അതല്ലെങ്കിൽ വ ഇമ്മാമിന ദുക്കിരി ദുക്റിൽ നിന്ന് പോകുന്നതാണ് ബി ലമ്മിഹ ദാലിന് ലമ്മ് കൊണ്ട്. ഇവിടെ ദിക്റും ദുക്റും തമ്മിലുള്ള വ്യത്യാസം വൽ ഫർഖു ബൈനഹുമ അന്നൽ അവ്വല യുസ്തഅമലു ഫി ദിക്രി ലിസാനി ലിസാനിയായ ദിക്ർ നാവ് കൊണ്ടുള്ളതായ സ്മരണ, ഇതിലാണ് ദിക്റിനെ ഉപയോഗിക്കല്. വസാനി യുസ്തഅമലു ഫി ദിക്രിൽ ഖൽബി ഖൽബിയായ സ്മരണ, അതിലാണ് ദുക്റിനെ ഉപയോഗിക്കുക. ഇവിടെ ഏറ്റവും നല്ലത് ഇത് ദുക്റിൽ നിന്ന് പോന്നതാണ് എന്ന് വെക്കല. ഇവിടെ തദക്കുർ എന്നുള്ളത്
തദക്കുരി ജീറാനി എന്നാണല്ലോ പറഞ്ഞത്. ജീറാനിലേക്ക് തദക്കുറിനെ ഇലാഫത്ത് ചെയ്തു. അത് മഫ്ഊലിലേക്ക് ഇലാഫത്താണ്. ജീറാനിനെ ഓർത്തതിന് വേണ്ടിയാണോ? അപ്പോ അതിന്റെ ഫായിൽ ഏതാണ്? അത് കളയപ്പെട്ടതാണ്. വഹുവ കാഫുൽ ഖിതാബി, ഖിതാബിന്റെ കാഫ. അപ്പൊ അർത്ഥം അമിൻ തദക്കുരിക, നീ ഓർത്തതിന് വേണ്ടിയാണോ ജീറാനൻ, ജീറാനിനെ എന്ന്. അപ്പൊ ഇവിടെ മസജിത്ത എന്നാണ് ശേഷം പറഞ്ഞിട്ടുള്ളത്. അതാണിപ്പോ ഇവിടൊക്കെ തദക്കുറിന്റെ അവിടെ ഫായില് ഒരു ഖിതാബിന്റെ കാഫാണ് എന്നുള്ളതിന് തെളിവ്. അപ്പൊ നീ ജീറാനിനെ ഓർത്തതിന് വേണ്ടിയാണോ മസജിത്ത, സ്വന്തം നഫ്സിനോട് ഖിതാബായിട്ട് തന്നെ പറയാണ്, നീ കലർത്തിയത്. നാദിമ് തന്റെ സ്വന്തം നഫ്സിനോടാണ് ഇത് ചോദിക്കുന്നത്. പിന്നെ ജീറാനി എന്നുള്ളത് ജംഉ ജാറാണ്. നീറാനി ജംഉ നാറ് എന്ന് പറയലോ. നാറിന്റെ ജംഉ നീറാന് എന്ന് പറയുന്നത് പോലെ ജാറിന്റെ ജംഉ ആണ് ജീറാന്, അയൽവാസികൾ എന്നാണ് നേർക്കുനേരർത്ഥം. വൽ ജാറു മൻ ഖറുബ ദാറുഹു ഇലാ ദാരിഹി, ജാറ് എന്ന് പറഞ്ഞാൽ അയൽവാസി എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ വീട് തന്റെ വീടിനോട് അടുത്തിട്ടുണ്ട്, അങ്ങനത്തെ ആള്. വൽ മുറാദു ബിൽ ജീറാനി ഹാഹുന, ഇവിടെ ജീറാന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മഹബൂബു, മഹബൂബാണ്. അലാ തരീഖിൽ മജാസ്, മജാസ് നിലക്ക് ഇവിടെ മഹബൂബാണ്. അപ്പോ മഹബൂബ് ആ ഉദ്ദേശമാണ് ഇവിടെയുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫഅല ഹാദാ യകൂനു ജംഉൽ ജീറാനി ലിതഅദീമി, ഇവിടെ ജീറാനിനെ ജമ്മാക്കി കൊണ്ടുവന്നത്, ജാറിനെ മഹബൂബ് എന്നാണ് ഉദ്ദേശം, ഏകവചനം ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തിനാണ് ജാറ് എന്ന് പറയാതെ ജീറാന് എന്ന് ബഹുവചനമായി പറഞ്ഞത്? തഅദീമിന് വേണ്ടിയാണ്. ഇങ്ങനെയാണ് അസീദത്തു ശുഹദയില് കൊടുത്തിട്ടുള്ളത്, അതിന്റെ 41-ാമത്തെ പേജില്. അപ്പോ ഇവിടെ മഹബൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വൽ ജീറാനു ജംഉ ജാറാണ്. വ അസ്ലുഹു ജിവ്റാനാണ്. ഖുലിബത്തുൽ വാവു യാഅൻ, വാവിനെ യാ ആയിട്ട് മറിക്കപ്പെട്ടതാണ്. വ അറാദ ബിഹിം, ഈ ജീറാന് എന്ന അവരെ കൊണ്ട് നാദിമു ഉദ്ദേശിച്ചത് സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, മുത്തുനബി തങ്ങളെയാണ്. വ അസ്ഹാബഹുൽ കിറാം, അസ്ഹാബുൽ കിറാമിനെയുമാണ്. റസൂലുള്ളാഹിന്റെ അസ്ഹാബിനെയും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട് ജീറാന് കൊണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്റെ അൽ ഉംദ ഫി ശർഹിൽ ബുർദ എന്നതിൽ പറയുന്നത്, 113-ാമത്തെ പേജിൽ. അപ്പൊ ഇവിടെ റസൂലുള്ള മാത്രമല്ല അസ്ഹാബിനെയും ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോ ദീസലമിലുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുയായികളെയും ആലോചിച്ചു കൊണ്ടാണോ, അതിന്റെ പേരിലാണോ എന്നായി അപ്പർത്ഥം ചോദ്യം. അതുപോലെ തന്നെ ജീറാനി എന്നുള്ളതിൽ ഒരു തൻവീനുണ്ട്. ആ തൻവീനും തഫ്ഖീമിന് വേണ്ടിയാണ്, തഅദീമിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ്. അപ്പോ ബഹുവചനമാക്കിയതും തഅദീമിന്, തൻവീൻ കൊടുത്തതും തഫ്ഖീമിന്, തഅദീമിന്. അപ്പോ രണ്ട് നിലക്ക് തഅദീം അവിടെ ആ പദത്തിൽ വരുന്നുണ്ട് എന്ന് സാരം. ഇതും അസീദത്ത് ശുഹദയിൽ പറഞ്ഞിട്ടുണ്ട്, 42-ാമത്തെ പേജിൽ. അപ്പൊ ജീറാന് കൊണ്ട് രണ്ട് നിലക്കുള്ള ഉദ്ദേശമുണ്ട്. ഒന്ന് മുത്ത് റസൂലുള്ളാഹി തങ്ങളെ മാത്രം, അപ്പൊ ബഹുവചനമാക്കിയത് തഅദീമിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ തൻവീനും തഅദീമിനാണ്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീറാന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ള മാത്രമല്ല അസ്ഹാബും കൂടിയുണ്ട്.
അപ്പൊ പിന്നെ ബഹുവചനമാക്കിയത് അതിന്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ എന്ന് വരും. അല്ലാഹു അഅലം. ദീസലം എന്നുള്ളത് ഹുവ അലമും ബിൽ ഗലബത്തി അലാ മക്കാനിൻ ബൈന മക്കത്ത വൽ മദീനത്തി. മക്ക മദീനന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തിന്റെ മേൽ ഗലബത്ത് കൊണ്ടുള്ള അലമാണത്. ഇപ്പോ അങ്ങനെ ദീസലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതങ്ങനെ അങ്ങോട്ട് പേരായി വന്നതാണ്. വഖീല പറയപ്പെട്ടിട്ടുണ്ട് ദു ബിമഅന സാഹിബാണ്, ഉടയത്. സലം എന്ന് പറയുന്നത് ഇസ്മുൻ ലിനൗഇൻ മിൻ ഷജരിൽ ഉളാഹി, മുള്ളുള്ള ഒരു മരത്തിന്റെ ഇനത്തിനാണ്, അതിനുള്ള പേരാണ്. അലാന്നഹു നഅത്തുൻ ലിമഅദൂഫിൻ ഐ ബി മക്കാനിൻ ദീ സലമിൻ, ദീസലമാവുന്ന മക്കാനിലുള്ളതായ ജീറാൻ. അൽ ഉംദ ഫി ശറഹിൽ ബുർദ 113. വസ്സലമു ബി ഫതഹിൽ ലാമി ഇസ്മു ഷജരിൻ. സലമു എന്നുള്ളത് ഒരു മരത്തിന്റെ പേരാണ്. പിന്നെ വബി കസീരിഹ ഇസ്മു ജിൻസിൻ ലിസ്സലിമത്തി കമാ ഹുവ ഫി കലിമത്ത് വഹിയ അയ്ളൻ ഇസ്മു ഷജറത്തിൻ ഫിൽ വാദി ബൈന മക്കത്ത വൽ മദീനത്തി. അപ്പോ സലമ് എന്നുള്ളത് മരത്തിന്റെ പേരാണ്, ഈ മുള്ളുള്ള മരത്തിന്റെ പേര്. ഇനി സലിമത്ത് എന്നുള്ളതിന്റെ ജിൻസിന്റെ ഇസ്മായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെയും അത് മക്ക മദീനന്റെ ഇടയിലുള്ള ഒരു പ്രദേശത്തുള്ള മരമാണ്, ആ മരത്തിന്റെ പേരാണ് എന്നുള്ളത് തന്നെയാണ്. വൽ മുറാദു ഹാഹുന ഹാദിഹി ഷജറത്തു, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ മരമാണ്. ലിഅന്ന മുറാദഹു മിനൽ ജീറാനി, കാരണം മുസന്നിഫിന്റെ ജീറാന് കൊണ്ടുള്ള മുറാദ് മഹബൂബുഹു, തന്റെ മഹബൂബാണ്. അഅനി അന്നബിയ അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹിനെയാണ് ഉദ്ദേശിക്കുന്നത്. വഹാദിഹി ഷജറത്തു, ഈ മരം, സലിമത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മരം, ലഹാ മുനാസബത്തും ബിൻ നബിയ അലൈഹി സ്വലാത്തു വസ്സലാം, അതിന് റസൂലുള്ളാഹിയോട് ഒരു ബന്ധമുണ്ട്. കാരണം ലി അന്നഹു അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാന കുല്ലമാ ദഹബ ഇലാ മക്കത്ത, റസൂലുള്ളാഹി മക്കയിലേക്ക് പോകുമ്പോഴൊക്കെയും, വസലക, അങ്ങനെ മക്കയിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കുമ്പോഴൊക്കെ, യൻസിലു തഹത ഹാദിഹി ഷജറത്തി വയസ്തരീഹു ഫീഹി, ആ മരത്തിന്റെ താഴെ ഇറങ്ങി വിശ്രമിക്കുമായിരുന്നു. അപ്പോ ഇവിടെ ഫൽ മഅന അമിൻ തദക്കുരിൽ മഹബൂബിൽ കാഇനി വൽ മുലാബിസി ഫീ മുറൂരിഹി ബി മക്കാനി ദീ ഷജറത്തിൻ മഅഹൂദിൻ. നീ ഒരു മഹബൂബിനെ ആലോചിച്ചതിന് വേണ്ടിയാണോ? എങ്ങനെയുള്ള മഹബൂബാണ്? അൽ കാഇനി വൽ മുലാബിസി, ആ മഹബൂബ് ഫി മുറൂരിഹി, തന്റെ നടത്തത്തിൽ, മക്കയിലേക്കുള്ള നടത്തത്തിൽ ഉണ്ടാവുന്നതും ബന്ധപ്പെടുന്നതും, ബി മക്കാനി ദീ ഷജറത്തിൻ മഅഹൂദിൻ, ദീ ഷജറത്ത് എന്ന അറിയപ്പെട്ട ആ മക്കാനിൽ ആണ് ബന്ധപ്പെടുന്നത്. അപ്പോ അവിടെ വിശ്രമിക്കാൻ ഇറങ്ങുന്ന ആ പ്രവാചകരെ ആലോചിച്ചതിന് വേണ്ടിയാണോ മസജിത്ത? അസീദത്തു ശുഹദ 42. വഖീല പറയപ്പെട്ടിട്ടുണ്ട് അൽ മുറാദു മിനസ് സലമി, ഇവിടെ സലമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറുസ്സലാമി മിനൽ ജിനാൻ, സ്വർഗത്തിൽ നിന്നുള്ള ദാറുസ്സലാമാണ്. അപ്പോ ഇവിടെ ഫയകൂനു ഫീഹി ഇസ്തിആറത്തുൻ
ബിഅൻ ശബ്ബഹ റൗളത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ജന്നത്തി അൽ മുസമ്മാത്തി ബിദാരിസ്സലാം. ഇവിടെ ഇസ്തിആറത്ത് ഉണ്ട്. മജാസിന്റെ ഒരു വകുപ്പാണ് ഇസ്തിആറത്ത്. അതെങ്ങനെ മുസന്നിഫ് ഇവിടെ സദൃശ്യമാക്കി റസൂലുള്ളാഹിന്റെ റൗളനെ സ്വർഗത്തിനോട്, ദാറുസ്സലാം എന്ന പേരിലുള്ള സ്വർഗത്തിനോട്, ഫീ കൗനിഹിമാ ഷരീഫത്തൈനി, ഏത് വിഷയത്തിൽ ഷബഹിന്റെ വജ്ഹ് എന്താണ്? ഈ റൗളത്തുൻ നബിയും ദാറുസ്സലാം എന്ന ജന്നത്തും അത് രണ്ടും ശ്രേഷ്ഠമായതാണ്. വ കൗനിഹിമാ ഖൈറ മക്കാനിൻ, അത് രണ്ടും നല്ല ഖൈറായ മക്കാനാണ് ഈ വിഷയത്തിൽ. അങ്ങനെ വദ്ദഅ മുസന്നിഫ് വാദിക്കുന്നു അന്നർ റൗളത്ത, ഈ റസൂലുള്ളാഹിന്റെ റൗളത്ത് അത് മിൻ ജിൻസി ദാരിസ്സലാമി, ദാറുസ്സലാം എന്ന ആ സ്വർഗത്തിന്റെ ആ വർഗത്തിൽപ്പെട്ടതാണെന്ന് വാദിക്കുക. സുമ്മസ്തുഈറ ദാറുസ്സലാമി ലിൽ റൗളത്തി, പിന്നെ ദാറുസ്സലാമിനെ റൗളത്തിന് ഇങ്ങോട്ട് വായ്പ വാങ്ങപ്പെടുകയാണ്. അങ്ങനെ അപ്പോ ഫദുകിറൽ ലഫ്ളു ദാലു അലാ ദാരിസ്സലാമി, അപ്പൊ ദാറുസ്സലാമിന്റെ മേൽ അറിയിക്കുന്ന ലഫ്ദിനെ പറയപ്പെട്ടു. ഉരീദ മിന്നു റൗളത്തുൽ മുബാറക്, അതുകൊണ്ട് റൗളത്തുൽ മുബാറക്കിനെ ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ എന്താ ഇവിടെ അമിൻ തദക്കുരി ജീറാനിൻ ബിദീ സലമി, റൗളത്തുൽ മുബാറക്കത്തിലുള്ള മഹബൂബിനെ ആലോചിച്ചതിന് വേണ്ടിയാണോ എന്നായി അപ്പർത്ഥം. ഇനി മറ്റൊരു വീക്ഷണം, അൽ മുറാദു മിനസ് സലമി, സലമ കൊണ്ട് ഉദ്ദേശം മഅനസ് സലാമത്തി മിനൽ ആസാമി, കുറ്റങ്ങളെ തൊട്ട് രക്ഷപ്പെടുക എന്ന മഅനയാണ്. ലിഅന്ന ഖൗലഹു ദീ സലമിൻ സിഫത്തു മൗസൂഫിൻ മഅദൂഫിൻ, കളയപ്പെട്ട ഒരു മൗസൂഫിന്റെ സിഫത്താണല്ലോ ദീ സലം. ഐ മക്കാനിൻ ദീ സലാമത്തിന്നാണ്, സലാമത്ത് ഉടയ സ്ഥലം. വൽ മുറാദു ബിൽ മക്കാനി, ഇവിടെ ഈ മക്കാന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയല ഇല്ലിജീൻ, ഇല്ലിജീനിലെ ഉന്നത സ്ഥലം, ഉന്നത ഭാഗം. ഫഅല ഹാദാ യകൂനുൽ മുറാദു മിനൽ ജീറാനി, അപ്പൊ ഇവിടെ ജീറാന് കൊണ്ടുള്ള മുറാദ് ഇതനുസരിച്ച് അർവാഹുൽ അംബിയായി വൽ ഔലിയായി വസ്സാലിഹീൻ, അംബിയാ ഔലിയാ സാലിഹീങ്ങളുടെ ആത്മാക്കൾ, അർവാഹുകൾ. വൽ മുറാദു ബി ജാരിയത്തിഹിം, അവരോട് ജാറായി നിൽക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ജാരിയത്തുഹും ഫി ആലമിൽ അർവാഹി ഖബല ഹുലൂലിഹാ ഫിൽ അബ്ദാനി, അങ്ങനെയൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് അബ്ദാനിൽ ഈ അർവാഹുകൾ ഇറങ്ങുന്നതിന്റെ മുമ്പ് ആലമുൽ അർവാഹിലുള്ള അവരുടെ ജാരിയത്താണ്. അപ്പൊ ഇവിടെ മുത്ത റസൂലുള്ളാഹിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയും ഉദ്ദേശം പറഞ്ഞവരുണ്ട്. അപ്പൊ അമിൻ തദക്കുരിൽ ജീറാനി ഫി ആലമിൽ അർവാഹിൽ കായിനീന ഫി മഹല്ലി ദീ സലാമത്തിൻ, സലാമത്തുടയ മഹലിലുള്ള ആ അർവാഹുകളുടെ ആലമിൽ ഉള്ള ജീറാനിനെ ആലോചിച്ചതിന് വേണ്ടിയാണോ? ലിഅന്ന മഹല്ലൽ അർവാഹി അഅല ഇല്ലിയീൻ ഖബല ഹുലൂലിഹാ ഫിൽ ബദനി, അർവാഹുകൾ ബദനിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ്, ശരീരത്തിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ് അവയുടെ സ്ഥലം അഅല ഇല്ലിയീനാണ്, ഇല്ലിയീനിലെ ഏറ്റവും അഅല മേലെയായ ഭാഗം. വഅല ഇല്ലിയീന മഹല്ലുൻ ദൂ സലാമത്തിൻ മിനൽ ആസാമി വൽ ആലാമി, എല്ലീനിലെ മേൽഭാഗം എന്ന് പറയുന്നത് സലാമത്തും ഉടയതായ ഒരു സ്ഥലമാണ്. ആസാമ് ആലാമിനെ തൊട്ട്, കുറ്റങ്ങളെ തൊട്ടും വേദനകളെ തൊട്ടൊക്കെ രക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരർത്ഥവും പറഞ്ഞിട്ടുണ്ട്. അസീദത്തു ശുഹദ 42-ാമത്തെ പേജില്. ദീസലമിനെ സംബന്ധിച്ച് മൗളിഉൻ ബൈന മക്കത്ത വൽ മദീനത്തി വ ഖരീബും മിൻ ഖുദൈദ്, മക്ക മദീനന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അത് ഖുദൈദിനോട് അടുത്തതാണ്. ഖുദൈദ് എന്ന് പറയുന്നത് ഇസ്മു മൗളിഇൻ ഖുർബ മക്കത്ത, മക്കയോട് അടുത്ത ഒരു സ്ഥലത്തിന്റെ പേരാണ് ഖുദൈദ്. മുഅ്ജമുൽ ബുൽദാൻ 4-313 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനോട് അടുത്ത് വരുന്ന മക്കമതിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ദീസലം. ദീസലം എന്നുള്ളത് ഒരുപാട് സ്ഥലത്തിന് പറയുമെങ്കിലും ഇവിടെ ഈ സ്ഥലമാണ് ഉദ്ദേശമെന്നും ഇതേ മുഅ്ജമുൽ ബുൽദാനിന്റെ 3-240 പറഞ്ഞിട്ടുണ്ട്.
അപ്പോ അദ്ദുഖുറു വൽ ഉദ്ദ ഫി ഷറഹിൽ ബുർദ എന്ന മുഹമ്മദ് അലി ബിനു അല്ലാനു സദ്ദീഖി അൽ മക്കി എന്നവരുടെ ഗ്രന്ഥത്തിൽ 11-ാമത്തെ പേജിൽ ആ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. മസജ്തന ബി സീഖത്തിൽ മുഖാത്തബിന്റെ സീഖ കൊണ്ടാണ്. മസജ് എന്ന് പറഞ്ഞാൽ ഖലത്ത് എന്നാണ്, കലർത്തുക. അപ്പോ ഇവിടെ കലർത്തി അദ്ദംഅ കണ്ണുനീര് എന്ന് പറഞ്ഞാൽ മാഉൻ മാലിഹുൻ യജ്രി മിനൽ ഐനി ഇൻദൽ ഹുസ്നി, വിഷമമുണ്ടാകുമ്പോൾ കണ്ണിൽ നിന്ന് ഒലിക്കുന്ന ഉപ്പുരസമുള്ള വെള്ളത്തിനാണ് ദം എന്ന് പറയാ. പിന്നെ വഫറഖു ബൈന ബുക്കാഇൽ ഹുസ്നി വ ബുക്കാഇസ് സുറൂരി, കരച്ചില് വിഷമം വരുമ്പോൾ കരച്ചിലുണ്ട്, ടെൻഷൻ വരുമ്പോ പ്രയാസം വരുമ്പോ സന്തോഷത്തിന്റെ കരച്ചിലുണ്ട്. രണ്ടും തമ്മിലുള്ള ഫർക്ക് ബിഅന്നൽ മാ സായില മിനൽ ഐനി ഫി സുറൂരി ബാരിദുൻ, സന്തോഷഘട്ടത്തിൽ കണ്ണിൽ നിന്ന് വരുന്ന ഒലിക്കുന്ന വെള്ളം തണുപ്പായിരിക്കും. വഫിൽ ഹുസ്നി, വിഷമഘട്ടത്തിൽ വരുന്നത് ഹാറുൻ ചൂടുള്ളതേക്കാരം. ഇങ്ങനെ ഫർക്കും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജറ എന്ന് പറയുന്നത് ജറിജ് ജറയാൻ, സൈലാൻ എന്നാണല്ലോ അർത്ഥം. ഈ ജുംല സിഫത്താണ് ദംഇനിക്ക്, എങ്ങനെയുള്ള കണ്ണുനീര് അത് ഒലിച്ചിരിക്കുന്നു എന്നാണ്. മിൻ മുഖിലത്തിൻ എന്ന് പറയുന്നത് മിൻ മുത്തഅല്ലിഖും ബി ജറ, ജറനോടാണ് ബന്ധിച്ചിട്ടുള്ളത്. മുഖിലത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം കണ്ണ് എന്ന്, അല്ലെങ്കിൽ കണ്ണിലെ കറുപ്പും വെളുപ്പും ഒരുമിച്ച് കൂടിയ ആ ഭാഗം. ഹിയൽ ബയാദു വസ്സവാദുല്ലദാനി ഫി ദാഖിലിൽ ഐനി. അപ്പോ ഈ കണ്ണിൽ നിന്നും ഒലിക്കുന്ന കണ്ണുനീര് കലർത്തി ബിദമിനോട്, ബിദമിൻ എന്നുള്ളതും അതിന്റെ ഭാഗം മുത്തഅല്ലിഖും ബി മസജ്ത. വത്തൻവീനാത്തു, തൻവീനുകൾ ഫി ദംഇലൊരു തൻവീനുണ്ട്, മുഖിലത്തിലൊരു തൻവീനുണ്ട്, ദമിലൊരു തൻവീനുണ്ട്. ഈ തൻവീനുകളൊക്കെ ഇവളുൻ അനിൽ മുളാഫി ഇലൈഹി, മുളാഫ് ഇലൈഹിയെ തൊട്ട് പകരാണ്. വഹുവ കാഫുൽ ഖിതാബി, അത് ഖിതാബിന്റെ കാഫ. അപ്പൊ മസജ്ത ദംഅക ജറ മി മുഖിലത്തിക ബിദമിക എന്നൊക്കെ അർത്ഥമായപ്പോ. സുമ്മ ഇന്ന മസ്ജദ് ദംഇ ബിദ്ദമി, കണ്ണുനീരിനെ രക്തത്തിനോട് കലർത്തുക എന്ന് പറയുന്നത് അത് ഇമ്മാ ഹഖീഖത്തുൻ, ഒന്നുകിൽ അത് യഥാർത്ഥത്തിൽ തന്നെ അങ്ങനെ കലർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ രക്തം കലർന്ന കണ്ണുനീര് ഒലിച്ചിട്ടുണ്ട്. കമാ യുശ്ഇറു ബിഹി ഖൗലുഹു ലാത്തി, വരാൻ പോകുന്ന മുസന്നിഫിന്റെ കൗല് തന്നെ അറിയിക്കുന്നുണ്ട്. വ അസ്ബത്തൽ വജ്ദു ഖത്തൈ അബ്റത്തിൻ വല്ലന എന്ന് പറയുന്ന ആ വാക്ക്. കാരണം ഈ കവിൾത്തടത്തില് രണ്ടു വര ഈ വിഷമം ഉണ്ടാക്കി തീർത്തു എന്ന ഒരു ഉദ്ദേശത്തിലാണല്ലോ ആ ബൈത്ത്. ഇവ ഇമ്മ കിനായത്തിന്, ഒന്നുകിൽ കിനായത്തായിട്ട് പറയാം, ലാസിമിഹി, അതിന്റെ ലാസിമിനെ തൊട്ട് കിനായത്താണ്. അപ്പോ കണ്ണുനീര്, രക്തം കലർന്ന കണ്ണുനീര് ഒലിക്കുന്നത് വഹുവ ശിദ്ദത്തുൽ ഹുസ്നി വല്ലഅലമി, അങ്ങേ അറ്റത്ത വിഷമവും വേദനയും, അതാണ് അവിടെ ഉദ്ദേശം. അങ്ങനെയും പറയാം. അസീദത്തു ശുഹദ 43.